Hello everyone. So, നമുക്കറിയാം 3D സർക്യൂട്ട് ക്യൂബ്സിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം വരാറുണ്ടല്ലേ. സോ അവിടെ 3 കേസുകളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഏതൊക്കെയാ? അതായത് എഡ്ജിന്റെ അക്രോസ് ഉണ്ടാവുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. അതായത് ക്യൂബിന്റെ 12 എഡ്ജുകൾ നോക്കുന്ന സമയത്ത് എല്ലാത്തിലും റെസിസ്റ്റേഴ്സ് ഈക്വൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഈ എഡ്ജിന്റെ അക്രോസ് ഉണ്ടാവുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഫേസിന്റെ ഡയഗണൽ എൻഡുകളിൽ തമ്മിലുണ്ടാവുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അതേപോലെ തന്നെ ഈ ക്യൂബിന്റെ ബോഡി ഡയഗണലിൽ ഉണ്ടാവുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാം. സോ ഇത് മൂന്നും കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നുമില്ല. സോ ഈ എഡ്ജ് ആണെങ്കിൽ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, എഡ്ജ് ആണെങ്കിലും ഫേസ് ഡയഗണൽ ആണെങ്കിലും ബോഡി ഡയഗണൽ ആണെങ്കിലും എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഡിവിഷൻ കൊടുത്തിട്ട് നിങ്ങളെല്ലാം എന്ത് ചെയ്താൽ ആർ എന്ന് എഴുതുക. അതിനുശേഷം ഞാൻ ഈ പറയുന്ന ഓർഡർ ഒന്ന് നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇറ്റ്സ് വെരി ഈസി ഓർഡർ, വെരി ഈസിലി നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് ഓർഡർ. എഡ്ജ്, ഫേസ്, ബോഡി ഡയഗണൽ ആവുന്ന സമയത്ത് 1 2 3 4 5 6 and 7 ഇങ്ങനെ നിങ്ങൾ എഴുതി പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. നോക്കുക, വളരെ സിമ്പിളി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 7r/12, 3r/4, 5r/6 എങ്ങനെ എഴുതി വന്ന ഓർഡർ നോക്കുക. 1 2 3 4 5 6 and 7. സോ ഇവിടെ നിങ്ങൾക്ക് 12 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ റിസൾട്ട് 9r/12 എന്നും, അതേപോലെ ഇവിടെ ഇൻറ്റു 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10r/12 എന്നുള്ള റിസൾട്ടിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു കോഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിലി എഡ്ജ്, ഫേസ് ഡയഗണൽ, ബോഡി ഡയഗണൽ എന്നുള്ള റിസൾട്ട്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസിലി ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. സോ അതുമായി ബന്ധപ്പെട്ട ഈ ഒരു ചോദ്യം നിങ്ങൾ വായിച്ചു നോക്കൂ. 12 wires, each of resistance are connected to form a cube as shown in the figure. The effective resistance between the diagonal ആവുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഡയഗണൽ, ബോഡി ഡയഗണൽ ആവുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഓർഡർ നോക്കുക. ഇത് 1, ഇത് ഡിവൈഡഡ് ബൈ ആർ എഴുതാം, ഇത് എഡ്ജ് എന്ന് എഴുതാം നമുക്ക്. രണ്ടാമത് ബോഡി ഡയഗണൽ എന്ന് എഴുതാം. രണ്ടാമത് നമുക്ക് ഫേസ് ഡയഗണൽ എന്ന് എഴുതാം. സോ ഇങ്ങനെ ആവുന്ന സമയത്ത് 1 2 3/4 r, 5/6 r, ഇവിടെ കൊണ്ടുപോയിട്ട് 7 എഴുതുക, 7r/12. സോ ബോഡി ഡയഗണൽ ആവുന്ന സമയത്ത് 5r/6, ഫേസ് ആവുന്ന സമയത്ത് 3r/4, ബിറ്റ്വീൻ ദ എൻഡ് ഓഫ് എ സൈഡ് എഡ്ജ് ആവുന്ന സമയത്ത് 7r/12. സോ ദ ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4.